എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് വായിക്കാം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. മറക്കാൻ കഴിയാത്ത ദൈവം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പക്ഷേ തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലെന്ന് വചനമുണ്ട്. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നുണ പറയാൻ പറ്റില്ല, ദൈവത്തിന് മറക്കാനും പറ്റില്ല, ദൈവത്തിന് വാക്ക് മാറാൻ പറ്റില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം വാക്ക് മാറി, എത്രയോ പ്രാവശ്യം സോറി പറഞ്ഞു ജീവിതത്തിൽ. 50 വയസ്സ് വരെ ജീവിച്ചപ്പോൾ 50,000 പ്രാവശ്യം സോറി പറഞ്ഞു കാണൂല്ലേ? ചുമ്മാ ഒരു കണക്കെന്നേ ഉള്ളൂ. ദൈവത്തിന് സോറി പറയാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ഉടനെ ദൈവം പറയാം ഞാൻ തമാശന് പറഞ്ഞതാ എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ക്യാൻസൽ ചെയ്യണ്ടേ? ദൈവത്തിൻ്റെ വാക്ക് അത്ര പവർഫുള്ളാണ്. ദൈവത്തിന് വാക്ക് മാറ്റാൻ ഒക്കത്തില്ല. തൻ്റെ സ്വഭാവം ത്യജിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റാനും മറിക്കാനും ഒക്കെ പറ്റും. നമ്മളിങ്ങനെ പല പല രീതിയിലല്ലേ ഓരോ അവസരത്തിൽ. നമ്മൾ മനുഷ്യരാണ്. അപ്പം ദൈവത്തിന് മറവിയുണ്ടോ? നോ. എന്നിട്ടെന്താ എൻ്റെ കാര്യം ദൈവം മറന്നുപോയത്? മറന്നതല്ല. സർവജ്ഞാനിയായ ദൈവം ഒരു കാര്യം ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല, പക്വത നിനക്കായിട്ടില്ല. അതാ കാര്യം. മൊർദെഖായിയെ ദൈവം മറന്നതാണോ? അല്ല. രാജ്യം മറന്നതാണോ? അല്ല, മറപ്പിച്ചതാണ്. ഒരു ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ രാജാവിനോട് പറഞ്ഞു പഴയ ഡയറികളെല്ലാം എടുത്ത് വായിക്കുക. രാജാവിന് ഉറക്കം വരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വായിക്കത്തില്ല. രാജാവിൻ്റെ ഉറക്കത്തെ തടയാനും ദൈവത്തിന് പറ്റും. അങ്ങനെ പുസ്തകം എടുത്ത് മറിച്ചപ്പോൾ മൊർദെഖായി എന്ന അടിവരയിട്ട ഒരു പേജ് കണ്ടു. ഇതാരെഴുതിയതാ? അത് ഡെയിലി ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്ലർക്കുണ്ട്. ഇന്നാണെങ്കിൽ ക്യാമറയുണ്ട്, അന്ന് ക്യാമറയില്ല. രാജകൊട്ടാരത്തിൽ എന്ത് നടന്നാലും എഴുതണം. അത് എഴുതി വച്ചിരിക്കുകയാണ്, ഇത്രാം തീയതി ഇത്ര മണിക്ക്. 2 തീവ്രവാദികൾ രാജാവിനെ തകർക്കാൻ ആയുധങ്ങളുമായി വന്നു. മൊർദെഖായി ഗേറ്റിലുണ്ടായിരുന്നു. പെട്ടെന്ന് വാച്ച് ആൻഡ് വാർഡിന് വിവരം കൊടുത്തു. സെക്കൻഡ് വെച്ച് അവരെ അറസ്റ്റ് ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ രാജാവിനെ കൊന്നുകളഞ്ഞേനെ. ഇത് വായിച്ചപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, ആരായി മൊർദെഖായി? നമ്മുടെ ഈ വാദത്തിൽ നിൽക്കുന്ന സ്ഥിരമുള്ള ദൈവഭക്തൻ. അവന് വല്ല അവാർഡും കൊടുത്തായിട്ട് എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അവനെ ഇനി വിളിച്ചേ. അവനെ വിളിക്കാൻ ചെന്നപ്പോൾ അവനവിടെ ഇല്ല. അപ്പോൾ അവിടെ വേറൊരാൾ നിൽപ്പുണ്ട്, ഹാമാൻ. അവൻ മൊർദെഖായിയുടെ ശത്രുവാണ്. അവൻ വന്നിരിക്കുന്നത് മൊർദെഖായിയെ കൂട്ടാനുള്ള ഒരു നിയമം ഉണ്ടാക്കാൻ വന്നിരിക്കുക. അവർ തമ്മിലുള്ള വ്യക്തിവിരോധമാണ്. പെട്ടെന്ന് കിട്ടിയത് ഹാമാനിയെ. അവനോട് ചോദിച്ചു, ഈ രാജാവ് ഒരാളെ ഒന്ന് ബഹുമാനിക്കാൻ, ഓണർ ചെയ്യാൻ ആഗ്രഹിച്ചാൽ എന്നാ ചെയ്യണ്ടേ? ഹാമാൻ തനിക്ക് വേണ്ടിയായിരിക്കും എന്ന് ഓർത്ത് മാക്സിമം കയറ്റി അങ്ങ് പറഞ്ഞു. രാജാവ് പറഞ്ഞു, നിനക്ക് വേണ്ടിയല്ല, ഇത് മൊർദെഖായിക്ക് വേണ്ടി അങ്ങ് ചെയ്തേരെ. അപ്പം ദൈവം മറന്നതല്ല, നാട്ടുകാരെ കൊണ്ടത് മറപ്പിച്ചിട്ട്, രാജാവിനെ കൊണ്ടത് മറപ്പിച്ചിട്ട് അത്യാവശ്യ സമയത്ത് ഇരട്ടിയായി 10 ഇരട്ടിയായി 100 ഇരട്ടിയായി കൊടുക്കാനാണ്.
ഞാൻ നിങ്ങളെ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളെ ധൈര്യത്തിന് വേണ്ടി പറയുന്നു, ചില കാര്യങ്ങൾ മറന്നുപോയതുപോലെ ഇങ്ങനെ ഇരിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ അത് ഇരട്ടിയായി തിരിച്ചു വരും. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.